ഓക്കെ. ഉം. ഹായ് ഓൾ. എല്ലാവർക്കും നമ്മുടെ സെഷൻ 13 റാപ്പപ്പ് സെഷനിലേക്ക് സ്വാഗതം. എന്താണ് നമ്മളെ എല്ലാം ഫസ്റ്റ് ഡേ ഓഫ് ഓറിയന്റേഷൻ മുതൽ നമ്മൾ ഇന്നിപ്പോ ലാസ്റ്റ് ഡേ, നമ്മുടെ ഓറിയന്റേഷന്റെ ലാസ്റ്റ് ഡേ ആയിട്ടുള്ള സെഷൻ 13 റാപ്പപ്പ് സെഷനിലേക്ക് വന്ന് നിൽക്കുകയാണ് അല്ലെ. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഓറിയന്റേഷനിൽ നമുക്ക് പല നോളജ് ആയാലും പല കാര്യങ്ങളും നമ്മൾ പുതിയതായിട്ട് അറിഞ്ഞു, പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടു, പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അവസാനം നമ്മൾ നമ്മുടെ ഓറിയന്റേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മുടെ ഓറിയന്റേഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മുടെ അക്കാഡമിക് ജേർണി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആ ഒരു ഇത്രയും ദിവസത്തെ ഓറിയന്റേഷൻ നമുക്കൊന്ന് ഓവറോൾ ആയിട്ട് കാണാനും, അതുവഴി നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന പോലെ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഒന്ന് നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ 10.0 ഒരു ജേർണി. നമ്മൾ ഫസ്റ്റ് സെക്ഷൻ മുതൽ നമ്മളിപ്പം 13ാമത്തെ സെക്ഷൻ വരെ നിൽക്കുകയാണ്. അപ്പൊ ആ ഫുൾ ഒരു ജേർണി നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു റാപ്പപ്പ് വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ഫോം, നമ്മുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മൾ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നമ്മൾ ഓരോ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ആക്ഷൻ ടാസ്ക് ചെയ്യുക, ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം മികച്ചു നിൽക്കുന്ന കുറച്ച് പേരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിന്നേഴ്സ് ആയിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആ വിന്നേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫൈനൽ അസസ്മെന്റ് ഫോം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഓറിയന്റേഷൻ 10.0 ഒരു ജേർണി എന്ന് പറയുന്നത് സെഷൻ 1 എന്ന് പറയുന്നത് ഒരു ഇനാഗുറേഷൻ ആയിരുന്നു അല്ലേ. നമ്മൾ എല്ലാവരും കയറിയിട്ടുള്ളതായിരുന്നു നമ്മുടെ സെഷൻ 4 നമ്മൾ നോക്കിയിരുന്നു. ദെൻ സെഷൻ 5 എന്ന് പറയുമ്പോൾ ലേൺ വൈസ് എക്കോസിസ്റ്റം ആയിരുന്നു. എങ്ങനെയായിരുന്നു നമ്മുടെ ലേൺ വൈസ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ലേൺ വൈസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലേൺ വൈസിന്റെ ചാനൽ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ചാനൽ റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ അബേസർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ദെൻ നമ്മൾ സെഷൻ 6ലേക്ക് വരുമ്പോൾ സ്മാർട്ട് ഗോൾ ആൻഡ് ഹാബിറ്റ് ക്ലീനിങ്, നമുക്ക് എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സിനെ എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളെല്ലാം ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തു സെക്ഷൻ 6ൽ നോക്കിയിരുന്നത്. ദെൻ സെക്ഷൻ 7 എന്ന് പറയുമ്പോൾ അലുമിനി ഇൻസ്പിറേഷൻ ആയിരുന്നു. നമ്മളെ പോലെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരു 20+ അലുമിനീസ് നമ്മുടെ അടുത്ത് വന്നിട്ട് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ അവർ ത്രൂ ഔട്ട് വന്ന വേസ് എങ്ങനെയായിരുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സെക്ഷൻ 8 എന്ന് പറയുന്നത് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം പഠിച്ചിറങ്ങിയവർക്കും പലവർക്കും നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു അല്ലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതെങ്ങനെ മറികടക്കണം, അത് നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, നമുക്ക് എങ്ങനെ അത് ബൂസ്റ്റ് ചെയ്തെടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു സെക്ഷനിലൂടെ പറഞ്ഞു തന്നിരുന്നു. ദെൻ സെക്ഷൻ 9 കരിയർ പാത്വേ. ഇപ്പൊ നമ്മൾ ഒരു MBA പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് കരിയർ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിരുന്നു, അന്ന് ആ ക്ലാസ്സിൽ നമ്മൾ ഡീകോഡ് ചെയ്തിരുന്നു. ദെൻ സെക്ഷൻ 9 മീറ്റ് ദ ലേൺ വൈസ് ടൈം. നമ്മുടെ ലേൺ വൈസിൽ എങ്ങനെയാണ് നമ്മുടെ ഹൈറാർക്കിക്കൽ ഓർഡർ വന്നിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ കോർ മെമ്പേഴ്സ് ടീം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പോലുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ടീം മെമ്പേഴ്സിനെ എല്ലാം എന്ത് ചെയ്തിരുന്നു, നമ്മൾ സെക്ഷൻ 10 നമ്മൾ കണ്ടിരുന്നു. ദെൻ സെക്ഷൻ 11 എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. ഏറ്റവും നല്ലൊരു സെക്ഷൻ ആയിരുന്നു അല്ലെ. ആ സെക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറെ പേര്, എല്ലാവർക്കും നല്ലൊരു അവരുടെ ടെൻഷൻ മാറി കിട്ടി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ട്രെസ് മാറ്റാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ കിട്ടി എന്നുള്ള പറഞ്ഞ ഒരു സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 11 എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ലവബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 12 എന്ന് പറയുന്നത്, ഫാമിലി മീറ്റ്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിയെ കണ്ടല്ലേ, ചിലവര് ഹസ്ബൻഡ് വന്നിരുന്നു, പേരൻസ് വന്നിരുന്നു, ആന്റി വന്നിരുന്നു, അങ്കിൾ വന്നിരുന്നു, ഫാദർ മദർ എന്നും പറഞ്ഞ് നമ്മൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മുടെ ഒരു 40+ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫാമിലീസിനെ നമുക്ക് കാണാൻ പറ്റിയില്ലേ. അപ്പൊ അങ്ങനെ ഒരു ലവബിൾ ഒരു സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 12 എന്ന് പറയുന്നത്. ദെൻ നമ്മൾ സെക്ഷൻ 13 നമ്മുടെ ഫൈനൽ സെലിബ്രേഷൻ, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു റാപ്പപ്പിലേക്കാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ത്രൂ ഔട്ട് ദ ജേർണിയിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റി, നിങ്ങൾക്ക് കുറെ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്ന് വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു 80% അറിയാനുള്ള രീതിയിലെത്തി അല്ലെ. അപ്പം ഇത് ഒരു അവസാനമല്ല,
ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു ഓറിയന്റേഷൻ മാത്രമേ നമ്മൾ ഇവിടെ അവസാനിക്കുന്നുള്ളൂ. ഇനി നമ്മൾ എന്താണ്, ഇനി ബിസി ഷെഡ്യൂളിലേക്കായിരിക്കും പോവുക അല്ലെ. ഇനി പഠിക്കാനുള്ളത് ലൈവ്, അതുപോലെ തന്നെ അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് പോകാനുള്ളത്. അപ്പൊ അതിനെല്ലാം മുന്നോടിയായിട്ട് എന്താ, നിങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ഒരു സെക്ഷൻസ് ആയിരുന്നു നമ്മുടെ ഈ ഓറിയന്റേഷൻസ്. ഓക്കെ, ഇപ്പൊ ഇതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു വീഡിയോ നമ്മൾ തരുന്നുണ്ട്. ഇതിൽ പലർക്കും നിങ്ങളുടെ കണ്ടുപോയ മുഖങ്ങൾ കണ്ടിട്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ മുഖങ്ങൾ ഉണ്ടാവും, എന്തിന് നിങ്ങളുടെ മുഖങ്ങൾ തന്നെ ഇതിനകത്ത് കാണുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ?
എന്താണ് ജോയിൻ ചെയ്തത് ഒരു അൺസർട്ടനിറ്റിയോടായിരുന്നു എന്താണ് ഇനി നമുക്ക് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ ഓറിയന്റേഷൻ കഴിഞ്ഞ് നമ്മുടെ അക്കാഡമിക് എന്താണ് ജേണിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു കോൺഫിഡന്റോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ മാത്രമല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ചെയർ ചെയ്യാൻ, നിങ്ങളുടെ അക്കാഡമിക് ജേർണിയിലൊക്കെ പോകുമ്പോൾ നിങ്ങളെ എന്താണ് ചെയറപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ലോജിഷ മാമും അതുപോലെ തന്നെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്ററായിട്ടുള്ള സ്നേഹ മാമും ഷാലി മാമും വാണി മാമും ഉണ്ടാവും. ഓരോരുത്തരെയും അറിയാം, നിങ്ങൾ ഓരോരുത്തരുടെയും മെന്റർ ആയിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ അക്കാഡമിക് ജേർണി മുന്നോട്ട് പോവാം. അപ്പം നിങ്ങൾ ഓരോ വീഡിയോ കണ്ടു കാണുമ്പോഴും നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു എന്നുള്ളത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വേർഡ്സ്, നമ്മുടെ ആ ഒരു ഫീലിങ്സ് നമുക്ക് നമ്മുടെ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു സെക്ഷൻ കഴിയുമ്പം അതാത് മെന്റേഴ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് ഫോം നിങ്ങൾക്ക് അയച്ചു തരും. ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത് ഒരു 7 to 10 minutes കൊണ്ട് നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിപ്ലൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. കാരണം നിങ്ങളുടെ ഓരോ വേർഡ്സും ആണ് നമ്മളെ മാറ്റർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതിനകത്തുള്ള ആൻസർ പറയുമ്പം നമുക്ക് എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അറിയായിരിക്കും അല്ലെ, നമ്മുടെ ഒരു നിങ്ങൾ തരുന്ന എന്താണ് ആൻസേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ആ ഒരു ഫീഡ്ബാക്ക് ആണ് നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം അത് മാറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ഫൈനൽ ആയിട്ട് ഒരു ഫീഡ്ബാക്ക് ഫോം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് അപ്പം നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊരു സമയം എടുത്ത് തന്നെ എന്ത് ചെയ്യുക, ഫിൽ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ എല്ലാവരും തന്നെ മസ്റ്റ് ആയിട്ടും ഫിൽ ചെയ്യാനായിട്ട് നോക്കുക. ഇതിൽ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ നിങ്ങളുടെ പേരെന്താണോ അത് ഫിൽ ചെയ്യുക. ദെൻ നിങ്ങൾ ഏത് പ്രോഗ്രാമിലാണ് എൻറോൾ ചെയ്തിരിക്കുന്നത്, ഇപ്പൊ MBA ആയതുകൊണ്ട് MBA കൊടുക്കുക. ദെൻ നിങ്ങളുടെ അസൈൻഡ് ആയിട്ടുള്ള മെന്റേഴ്സ് അല്ലെങ്കിൽ SSC ആരാണെന്നുള്ളത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവം, നിങ്ങൾക്ക് ഇത്രയും നമ്മൾ ഓറിയന്റേഷൻ സെഷൻ 1 മുതൽ ഇപ്പൊ 13ാമത്തെ സെഷൻ വരെ നിൽക്കുമ്പം നിങ്ങളുടെ ആ ഒരു എന്താ ഓറിയന്റേഷൻ ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അനുഭവം എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, കൊടുക്കുക. ദെൻ ഓരോ സെക്ഷൻ, ഇപ്പൊ സെക്ഷൻ 1 തൊട്ട് 13 വരെ ഉണ്ട്, അത് എന്ത് ചെയ്യുക, നിങ്ങളുടെ റേറ്റിംഗ്, നിങ്ങൾക്ക് എത്ര മാത്രം ഹെൽപ്ഫുൾ ആയി എന്നുള്ളത് എന്ത് ചെയ്യുക, ഇവിടെ റേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എത്രയൊക്കെ സെക്ഷൻസിൽ ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊടുക്കുക. പിന്നെ എന്താണ് ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ എന്നുള്ള രീതിയിൽ, അത് ഹെൽപ്ഫുൾ ആയെങ്കിൽ വെരി ഹെൽപ്ഫുൾ എന്ന രീതിയിൽ കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഏറ്റവും പേഴ്സണലി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഏത് ആക്ഷൻ ടാസ്ക് ആണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ മെന്റർ ആൻഡ് LSS നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ, അതുണ്ടെങ്കിൽ അതിൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ ഇഗ്നു ജേർണിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഓറിയന്റേഷൻ കൊണ്ട് ഹെൽപ്ഫുൾ ആയോ എന്നുള്ളത് എന്ത് ചെയ്യുക, കൊടുക്കുക. ദെൻ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും എന്ത് ചെയ്യുക, ഇതിൽ കൊടുക്കുക. ഇതിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എന്ത് ചെയ്യുക, ടിക്കറ്റ് കൊടുക്കാവുന്നതാണ്. ദെൻ എന്താണ് ബി ഹോണസ്റ്റ് ആയിട്ട് ഇതിൽ പാർട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇംപ്രൂവ് ആയിട്ടുള്ളതെന്നും ഇനി വരുന്ന ഓറിയന്റേഷനിൽ നമ്മൾ ഇപ്പൊ നിങ്ങളൊരു ഫുൾ ത്രൂ ഔട്ട് ദ ജേർണിയിൽ നിങ്ങൾക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് എന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യുക, കൊടുക്കുക. കാരണം അടുത്ത ഇനി വരുന്ന സെക്ഷനിൽ എന്ത് ചെയ്യുക, നമുക്കത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫൈനൽ ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫോമാണ് ഇനി അടുത്തതായി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് നമ്മളിപ്പം അറിയാം, നമ്മുടെ ഓറിയന്റേഷൻ തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ 13ാമത്തെ വീക്കിൽ നിൽക്കുകയാണ്. അപ്പം ഈ 13 സെഷനിലും, അതായത് ഈ ത്രൂ ഔട്ട് ദ സെഷനിൽ നമ്മൾ ഓരോ കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗായത്രി മാം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം മുതലേയുള്ള കാര്യങ്ങൾ. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ഫൈനൽ അസസ്മെന്റ് ആണ് നമ്മൾ ഈ ഫോമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ ഫോം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മാത്രമാണ് നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടത്. ഇത് ഓൺലൈൻ അസസ്മെന്റ് ഫോം നിങ്ങളുടെ ഓരോരോ മെന്റേഴ്സും അതുപോലെ തന്നെ LSEയും നിങ്ങൾക്ക് ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം അയച്ചു തരുന്നതായിരിക്കും. ഈ ഫോമിൽ പറയുന്നത്, നമുക്ക് ഫോമിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ആദ്യം പറയുന്നത് നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ എൻറോൾഡ് ഇഗ്നോ പ്രോഗ്രാം, അതായത് നിങ്ങൾ ഇപ്പൊ MBA കോഴ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, എൻറോൾ ചെയ്തിരിക്കുന്നത്, അപ്പം MBA എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ അസൈൻഡ് മെന്റർ ഓർ LSE, അതായത് ആരാണോ നിങ്ങളുടെ മെന്റർ അത് LSE, അതുപോലെ വിത്തൗട്ട് മെന്റർ ആണെങ്കിൽ LSEയും വിത്ത് മെന്റർ ആണെങ്കിൽ മെന്ററിന്റെ പേരും അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഇഗ്നോയിസ്, അതായത് നമ്മുടെ ഈ സെക്ഷൻ 2 മുതൽ 12 വരെ നടന്ന നമ്മുടെ മൊത്തം സെഷന്റെ ഒരു
ക്രോഡീകരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് ആൻസർ ചെയ്യുക. ഇഗ്നോ എന്താണെന്നുള്ളതായിരുന്നു ആദ്യത്തേത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കറന്റ് നാക് സ്റ്റാറ്റസ് ഹൈലൈറ്റഡ് ഇൻ OP 10.0 ഫോർ ഇഗ്നോ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഗ്നോയുടെ സെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ വെയിറ്റേജ് മോഡൽ യൂസ്ഡ് അക്രോസ് മെനി ഇഗ്നോ പ്രോഗ്രാംസ്, അതായത് ടോട്ടൽ വെയിറ്റേജ് എത്രയാണെന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് ബിഫോർ ഫയലിംഗ് അഡ്മിഷൻ ഓർ റീ രജിസ്ട്രേഷൻ ഫോം യു ഷുഡ് ഹാവ്, അതായത് നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അഡ്മിഷൻ ചെയ്യുന്നതിന് മുമ്പേ ഏതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം അപ്ലൈ ചെയ്യാം, ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യാം. അടുത്തത് വരുന്നത് ഒഫീഷ്യൽ പോർട്ടൽ ഫോർ റീ രജിസ്ട്രേഷൻ. റീ രജിസ്ട്രേഷന്റെ ഒഫീഷ്യൽ പോർട്ടൽ ഏത് എന്നതാണ് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഗ്രേഡ് കാർഡ് ആണ്. ഗ്രേഡ് കാർഡ് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് അതായത് ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻ എത്ര പ്രാവശ്യം കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഗ്രേഡിംഗ് സിസ്റ്റം ഡസ് ഇഗ്നോ യൂസ് ഫോർ ഇവാലുവേറ്റിംഗ് ലേണേഴ്സ് അച്ചീവ്മെന്റ്, അതായത് ഏത് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അടുത്തത് വരുന്നത് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഇഗ്നോ, ഇഗ്നോയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തെന്നുള്ളതാണ്. അടുത്തത് വരുന്നത് ഇഗ്നോയുടെ ക്രെഡിറ്റ് റിക്വയർമെന്റ് സ്ട്രക്ചേർഡ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ഇത് സിലബസ് ഡീകോഡിങ്ങിന്റെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് എന്താണെന്നുള്ളത്, എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പിന്നെ വരുന്നത് വാട്ട് ഡോക്യുമെന്റ് മസ്റ്റ് സ്റ്റുഡൻസ് ബ്രിങ് ടു ദ എക്സാമിനേഷൻ സെന്റർ അലോങ് വിത്ത് ഹോൾ ടിക്കറ്റ്. ഹോൾ ടിക്കറ്റിന്റെ കൂടെ എക്സാമിനേഷനിൽ നമ്മൾ പോകുന്ന സമയത്ത് അലോങ് ദ ഹോൾ ടിക്കറ്റിന്റെ കൂടെ വേറെ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഹു ഈസ് എലിജിബിൾ ടു റിസീവ് ദ പ്രസിഡന്റ് ഗോൾഡ് മെഡൽ അറ്റ് ഇഗ്നോ. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് വാട്ട് ആർ ദ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഫോർ ഇഗ്നോ അസൈൻമെന്റ്. ഇഗ്നോ അസൈൻമെന്റ് ഇവാലുവേഷൻ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ can a student pursue more than one program simultaneously at IGNO? ഇഗ്നോയിൽ ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് ഒരു സ്റ്റുഡന്റിന് ഒരു പ്രോഗ്രാം പെർസ്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് നിങ്ങൾ ഏതാണ് ഓപ്ഷൻ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ഈസ് ജനറലി റിലീസ്ഡ്. ഹോൾ ടിക്കറ്റ് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചൂസിങ് ആൻ എക്സാം സെന്റർ. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇഗ്നോ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ സെഷനിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രബിൾ ഷൂട്ടിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇഫ് എ വീഡിയോ ബഫർ ഓർ ആപ്പ് ഹാങ്. ആപ്പ് ഹാങ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്തെന്നുള്ളതാണ്. നമ്മുടെ ആപ്പിന്റെ സെഷൻ വരുന്ന സമയത്ത് നമ്മൾ അത് എന്ത് ചെയ്യണമെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് വിച്ച് ഈസ് സ്മാർട്ടർ ഗോൾ, വിച്ച് ഈസ് ദ സ്മാർട്ടർ ഗോൾ ഏതാണെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സ്മാർട്ടർ ഗോൾ ഏതാണെന്നുള്ളതായിരുന്നു അടുത്തത്. പിന്നെ വരുന്നത് ലീഡ് വേർഡ്സ് ലാഗ് മെഷർ, അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്നത് ഐഡന്റിഫൈ ദ ബേസ് ഹാബിറ്റ് എക്സാമ്പിൾ ഫോർ ബിസി വീക്ക്. നിങ്ങളുടെ ബിസി വീക്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇത് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോ ഫോം കണ്ടു ഏതാണെന്നുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് അടുത്തത് നമുക്കറിയാം, നമുക്ക് ഓരോ മെന്റേഴ്സും നിങ്ങൾക്ക് ഓരോരോ ടാസ്ക് കഴിയുന്ന സമയത്ത് ഓരോരോ ആക്ഷൻ ടാസ്ക് അയച്ചു തന്നിട്ടുണ്ട്, ഓരോ സെഷൻ കഴിയുന്നതിനനുസരിച്ചിട്ട്. അപ്പം നമ്മൾ ഇനി ഇവിടെ ആ ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന്റെ ബേസിൽ നമ്മൾ ഇവിടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വിന്നേഴ്സ് ആണ്. ഇതിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പാർട്ടിസിപ്പേഷനും ലേൺ ബൈസ് ടീമിന്റെ വലിയൊരു നന്ദി അറിയിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ നോക്കുക, ഇതിൽ നമ്മളിപ്പം വിന്നേഴ്സ് ആയിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ഇനി ഒരുപാട് സെഷൻസ് വരുന്നുണ്ട്. ഓണം സെലിബ്രേഷൻ ആയാലും ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആയാലും അങ്ങനെ ഒരുപാട് സെലിബ്രേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്കിത് ആക്ഷൻ ടാസ്കിന്റെ ബേസിലാണ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം ആരാണ് വിന്നേഴ്സ് എന്നുള്ളത്. ആദ്യം ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് പ്രവീണ പ്രദീപ്, മെന്റർ വന്നിരിക്കുന്നത് വാണി മാം ആണ്. ടോട്ടൽ സ്കോർ വന്നിരിക്കുന്നത് 83. സെക്കൻഡ് വന്നിരിക്കുന്നത് മുഹമ്മദ്, അതുപോലെ മെന്റർ വാണി മാം ആണ്, 74.3. തേർഡ് റാങ്ക് വന്നിരിക്കുന്നത് അജിത് കുമാർ, മെന്റർ ലോജിഷ ആൻഡ് ടോട്ടൽ സ്കോർ 71.3. ഇതാണ് നമ്മുടെ വിന്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ വിന്നേഴ്സിന് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ സെഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ, അതിപ്പോൾ അലുമിനി ടോക്ക് ആവാം, അല്ലെങ്കിൽ സിലബസ് ഡീകോഡിംഗ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നടന്ന സെഷൻ ഐസ് ബ്രേക്കിംഗ് ആവാം, ഇതിൽ ഏത് സെഷനാണ്, അല്ലെങ്കിൽ ഈ മൊത്തം നമ്മുടെ ഈ 12th സെഷനിൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻസ് ഏതൊക്കെയാണ്
എന്തൊക്കെയാണ് എന്നതൊക്കെ പറ്റിയുള്ള ഒരു വിലയേറിയ അഭിപ്രായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നിങ്ങൾ എല്ലാവരിലേക്കും എത്താം. അതിനു മുമ്പ് നമുക്ക് വിന്നേഴ്സിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം അല്ലേ? എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെക്ഷൻ 12 ആയിരുന്നു, ഫാമിലി മീറ്റഡ്. ഓക്കെ ഫാമിലിയിലുള്ള ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ അവർക്ക് നമ്മളെ പറ്റി സംസാരിക്കാനും അതേപോലെ പിന്നെ നമ്മളെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി അവർക്ക് ആക്ഷൻ ടാസ്ക് ഒക്കെ കൊടുത്തതും ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും തന്നതിന് ലേൺ വൈസിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. പിന്നെ 12ാമത്തെ സെക്ഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഒത്തിരി അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളും അതേപോലെ തന്നെ ഒക്കെ ഈ സെക്ഷനിൽ നിന്നും മനസ്സിലായി. ഉം. പിന്നെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഓരോ സെക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും പിന്നെ നെക്സ്റ്റ് ഡേ അതിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നതും പിന്നെ ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായിട്ട് പങ്കിടാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നതിന് ലേൺ വൈസിന് താങ്ക്സ്. ഓക്കെ താങ്ക് യു പ്രവീണ. ഇനി അടുത്ത നമ്മുടെ സെക്കൻഡ് വിന്നറായ മുഹമ്മദ്. ഹലോ ലെൻവൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മൈസെൽഫ് മുഹമ്മദ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം. അപ്പോൾ ഞാൻ വർക്കലയിൽ നിന്നാണ്. പിന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ, പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ബോർ അടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് വരും, ഓൾ സ്റ്റുഡൻസ് ആർ റിക്വസ്റ്റഡ് ടു മൂവ് ടു ദ ഓഡിറ്റോറിയം റൈറ്റ് നൗ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലൊരു ഫീൽ ആയിരുന്നു ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ഇങ്ങനെ വന്നപ്പോൾ. അപ്പൊ ഞാൻ ഡിഗ്രി ചെയ്തത് ഡിസ്റ്റന്റ് ആയിട്ടായിരുന്നു. അപ്പോഴ് ഈ കോളേജിലൊക്കെ പോയിട്ട് അവിടുത്തെ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കാൻ അങ്ങനെ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഐസ് ബ്രേക്കിംഗ് ചലഞ്ച്, അങ്ങനെ ആ ഒരു സെഷൻ ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. അപ്പോഴ് ഇതന്നെ എനിക്ക് പറയാനുള്ളത്. പിന്നെ ലെയിൻ വൈസിൽ എല്ലാ സെഷൻസും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മാത്രമല്ല എൻ്റെ ലൈഫിൽ ഇപ്പോൾ കരിയറിലായാലും ഇപ്പം ഇൻ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യാനായാലും എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയതൊക്കെ തന്നെ ഇതിലെ ഓരോ സെഷൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഓരോരുത്തരുടെയും ലൈഫിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ എത്തപ്പോഴത്തേക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്നും അല്ലാന്ന് എനിക്കൊരു തോന്നലുണ്ടായി. പിന്നെ എൻ്റെ മെൻറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ മാം വലിയ സപ്പോർട്ടായിരുന്നു എനിക്ക് തന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് ജോബിന്റെ കാര്യത്തിലായാലും ഒരുപാട് സജഷൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. താങ്ക് യു ലേൺവേഴ്സ്. ഓക്കെ താങ്ക് യു മുഹമ്മദ്. ഇനി അടുത്ത നമ്മുടെ തേർഡ് പ്രൈസ് വിന്നറായ അജിത് കുമാർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വളരെ ഈ അത്യന്തം ഇത്രയും നന്നായിട്ട് ഞാൻ എഴുതുന്നതിന് എനിക്ക് സംശയം. കാരണം പലപ്പോഴും ജോലിയുടെ ഒരു തിരക്കുകളിൽ എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് അങ്ങ് എഴുതിയതാണ്. പിന്നെ ഫസ്റ്റില് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പങ്കെടുക്കണമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം എനിക്കെന്ത് ഓറിയന്റേഷൻ പ്രോഗ്രാം നമുക്ക് ഞാനതായത് ഈ ഒരു നോളജ് ഇൻക്രീസ് എന്നുള്ള രീതിയിലാണ് അല്ലാതെ വേറെ ഒഫീഷ്യലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അക്കാഡമിക്കായിട്ടോ എനിക്കിനി ഒരു ഗ്രോത്ത് വരണം എന്നുള്ള രീതിയിലല്ല ഞാൻ ഈ കോഴ്സിനെ സമീപിച്ച ആദ്യം. പിന്നെ ലേണേഴ്സിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ഇത് കണ്ട് ആണ് അത് വെച്ച് ജോയിൻ ചെയ്യുന്നത്. അന്ന് തുടക്കം മുതൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്തതിന്റെ 3 പേര് എന്നെ മെസ്സേജ് അയച്ച് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അതിൽ ഒരാള് ഞാൻ പലപ്പോഴും സംശയമായിരുന്നു എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഷെഡ്യൂളിലേക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വളരെയധികം സപ്പോർട്ട് ചെയ്ത് എന്നെ ലാസ്റ്റിൽ അഡ്മിഷൻ എടുക്കുന്നവരെയും കൊണ്ടുവന്നു. അവസാനം അഡ്മിഷൻ എടുത്തതിന് ശേഷം എന്തായാലും ഞാൻ കോൺഫിഡന്റ് ആയി. ഇനിയിപ്പോൾ എന്തായാലും ഞാനത് തീർത്തിട്ട് ഇതാവുന്നുള്ളൊരു ഇതെല്ലാം നിൽക്കുകയാണ്. പിന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാംസിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പ്രോഗ്രാം വളരെ നന്നാണെന്ന് തോന്നി. പിന്നെ എക്സാം അസൈൻമെന്റ്സ് ഒക്കെ എങ്ങനെ എഴുതണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു, അതും വളരെ നല്ലതായിരുന്നു. പിന്നെ പല പ്രോഗ്രാംസും വളരെ നന്നായിരുന്നു. കാരണം എനിക്ക് ആദ്യം ഒരു അപ്രിഹെൻസീവ് ആയിരുന്നെങ്കിൽ പോലും പിന്നീട് ഓരോന്നും കാണുമ്പോഴത്തേക്ക് ഞാൻ കൂടുതൽ നല്ലതായിട്ട് തോന്നുകയും പിന്നെ എല്ലാത്തിനും കൃത്യമായിട്ട്, ഈവൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് മിക്കവാറും 8:30 മണിയൊക്കെ ഇരിക്കേണ്ടി വരും ബാങ്കിൽ. എന്നാൽ പോലും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് 7:30 മണിക്ക് കയറാനും വളരെ ഇതായിരുന്നു. ചില ദിവസങ്ങളിൽ ട്രെയിനിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പങ്കെടുത്തത്. എന്നാൽ പോലും വളരെയധികം ഉപകാരപ്രദമായിരുന്നു എല്ലാ പ്രോഗ്രാംസും. ശരിക്കും വളരെ സന്തോഷമുണ്ട്. ഓക്കെ താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. ഓക്കെ, ഇനി ഓരോരുത്തരായിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് പറയാം. നമ്മൾ MBA-ക്കാരാണ്, ആരെയും വിളിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല.
അപ്പൊ നമുക്ക് ഓരോരുത്തർക്കായിട്ട് വേദി ഓപ്പൺ ആണ്. അപ്പൊ ഓരോരുത്തരായിട്ട് വന്നിട്ട് നമ്മുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ ഓരോരോ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കാരണം അതാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഓരോരുത്തരായിട്ട് വന്നോളൂ. ഡിയർ മെന്റേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, ഞാൻ ഡേവിഡ് സാമുവൽ. ഒരു പക്ഷേങ്കില് ലേണേഴ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ചെന്ന ഒരാളായിരിക്കും ഞാൻ. 50 വയസ്സ് പിന്നിട്ടു. ഞാൻ MBA HR ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇഗ്നോയുടെയൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ സഹായിച്ച ലേൺവൈസിനോടുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നത് ബിയോണ്ട് വേർഡ്സ് ആണ്. ലേൺവൈസിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. തുടർമാനമായും ആ ഒരു കണ്ടിന്യൂഡ് ഗൈഡൻസ് എക്സ്പെക്ട് ചെയ്യുന്നു. ലോജിഷ മാഡമാണ് എൻ്റെ മെൻറ്റർ. മാഡം ഈസ് ടു യങ്. പക്ഷെ മാഡത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ മെച്യൂരിറ്റിയും ബിഹേവിയറും സിംപ്ലിസിറ്റിയും എന്നെ ഒത്തിരി ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒത്തിരി എന്നാ പറയുന്നത്, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തൊരു വ്യക്തിയാണ് ലോജിഷ മാഡം. ഞാൻ HR ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ ഡ്യൂ ടു അൺഫോർസീൻ റീസൺസ് 2 സെഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ഞാനൊരു ഇന്റർനാഷണൽ യൂത്ത് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ചെറിയ ടൈം കൺസ്ട്രെയിൻസ് ഇല്ലാതില്ല. എന്നാലും ലോജിഷ മാഡം അതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ എന്ന് പറയുന്നത് വെൽബീങ് ആൻഡ് ബാലൻസ്, മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. ഞാൻ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനിൽ സിമിലർ ലേൺവൈസ് അറേഞ്ച് ചെയ്ത സിമിലർ സെഷൻസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഒരു മെമ്മറി റിഫ്രഷ് ചെയ്യുന്നതിന് സെഷൻസ് ഒക്കെ മുഖാന്തരമായി തീർന്നു. ലോജിഷ മാഡത്തിനോടും ലേൺവൈസിലെ മറ്റ് ലീഡേഴ്സിനോടും നന്ദി, സ്നേഹം അറിയിക്കുന്നു. തീർമാനമായും ഞാൻ എൻ്റെ പഠനം ആരംഭിച്ചു. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലോജിഷ മാഡത്തിനോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി ലേൺവൈസിനുള്ള നന്ദി അറിയിക്കുന്ന, തീർമാനമായുള്ള ഗൈഡൻസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഹലോ ലേണേഴ്സ്, എന്റെ പേര് അനുശ്രീ എന്നാണ്. ഞാൻ ലേൺവൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ MBAക്ക് എങ്ങനെ ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ടേ പറ്റൂ. ഒരുപാട് ഓൺലൈൻ MBA ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ കൂടി അതിന്റെ ക്വാളിറ്റി എത്രയുണ്ട് നമുക്ക് വളരെ അൺസർട്ടൈൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഇഗ്നോനെ ചൂസ് ചെയ്തത്. പിന്നെ ലേൺവൈസ് തന്നെയായിരുന്നു എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ വന്നത്. കാരണം ഞാനിങ്ങനെ ചിന്തിക്കുമ്പോഴേ നമുക്ക് ഗൂഗിളിൽ സജഷൻസ് വരുമല്ലോ. അങ്ങനെ വന്നത് ഫസ്റ്റ് തന്നെ ലേൺവൈസ് ആയിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ഡേ കോൺടാക്ട് ചെയ്തു, അപ്പൊ തന്നെ റിപ്ലൈ വന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ വളരെ നല്ല ഒരു ജേർണി ആയിരുന്നു ഈ 13 സെഷൻ. ഈ ഓറിയന്റേഷൻ, ഓൺബോർഡിംഗ് എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. പേഴ്സണലി എന്റെ ഫേവറേറ്റ് പറഞ്ഞ അലുമിനായി മീറ്റ് ആയിരുന്നു. അതിന് മുമ്പ് ആൾക്കാർ സ്ട്രഗിൾ ചെയ്ത് എങ്ങനെ പഠിച്ചു. കാരണം നമ്മളെ വളരെ അൺസർട്ടൈൻ ആയിട്ട് നിൽക്കണം. നമുക്കിത് ചെയ്യാൻ പറ്റുമോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, എന്താവും. പിന്നെ ഈ വളരെ ഒരു ഇഗ്നോനെ പറ്റി പൊതുവെ എനിക്ക് എൻ്റെ കലീഗ്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് മാർക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, അവർ കണ്ണടച്ച് മാർക്ക് ഇടാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. ബട്ട് അലുമിനൈസിന്റെ ഈ പ്രൊജക്ട് അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ യെസ്, നമുക്കും അത് ചെയ്യാൻ പറ്റും, നമുക്കും അത് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. ആക്ച്വലി ഞാൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് MBA ചൂസ് ചെയ്തിരിക്കുന്നത്. കുറെ നാളത്തെ ഒരു അംബിഷൻ ആയിരുന്നു MBA ചെയ്യണം എന്നുള്ളത്. ഡ്യൂ ടു വേരിയസ് റീസൺസ് നടന്നില്ല. പിന്നെ പലയിടത്തും അന്വേഷിച്ചു. അപ്പം ഇതുപോലൊരു എക്സ്പീരിയൻസ് തന്നത് മേ ബി ചിലപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് അല്ല, അതൊരു എന്താ പറയാ, അതൊരു ഒരു ഭയങ്കര ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഒന്നും ഇതുവരെ കോളേജിൽ പോലും കിട്ടിയിട്ടില്ല. പക്ഷെ 1-2 സെഷൻസ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലില് കുറച്ച് കേസൊക്കെ ആയതുകൊണ്ട് അത് 1-2 സെഷൻസ് മാത്രമായിരിക്കും മിസ്സായിട്ടുണ്ടാവുക. ബാക്കിയെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് മികച്ചതായിട്ട് തോന്നിയത് ടൈം മാനേജ്മെന്റും അതിനെപ്പറ്റി പറഞ്ഞ ഒരു ക്ലാസ് ആയിരുന്നു. ഇപ്പൊ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാര്യം അത് തന്നെയാണ്, ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പം ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ അത് വെയിറ്റ് ചെയ്തൊക്കെ ആയിരുന്നു. 7:30 ടൈം ഒക്കെ ആവും നോക്കിയിട്ട്. അപ്പൊ അതൊരു നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ അലുമിനി സംസാരിച്ചത് അത് അവരുടെയൊക്കെ സ്ട്രഗിൾ, ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ വീട്ടമ്മമാര് കുട്ടികളെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു
കോൺഫിഡൻസ് ഇല്ലായ്മയില്ല, പക്ഷെ ഇപ്പൊ കുറെ നാളായി ടച്ച് പഠിച്ച് ഇങ്ങനെ ഒരുപാട് എസ്സേ പോലത്തെയൊക്കെ എഴുതിയിട്ട് കുറെ നാളായി. അതൊക്കെ ഇനിയിപ്പോ എഴുതാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് മാത്രമേ ഉള്ളൂ. പഠിക്കാനായിട്ടുള്ള സമയം കിട്ടണം, സമയം ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. വാണി മാമാണ് മെന്റർ. എല്ലാ ആഴ്ചയും വിളിക്കാറുണ്ട്, പക്ഷെ വാണി മാം പറയുന്നൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓരോരോ റീസൺസ് ഉണ്ടാവും, പക്ഷെ ഇനിയെങ്കിലും അത് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്, പഠിച്ചു തുടങ്ങുന്നവർക്കും തുടങ്ങിയവർക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഓറിയന്റേഷൻ ക്ലാസ് എല്ലാ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ട, ഒരു പകുതി വരെ പറ്റിയിട്ടില്ല. വെച്ചാല് പിന്നെ ആ സമയത്ത് കുറെ തിരക്കാണത് പറ്റിയില്ല. അപ്പോ കേറിയ സെക്ഷൻസ് എല്ലാം ഫുള്ളായിട്ട് കണ്ടനി. അപ്പൊ പൊതുവെ നമ്മൾ ഈ ടച്ച് വിട്ടോണ്ട് കുറെ ഭാഗമായിട്ട് ഇതിന്റെ ടച്ച് വിട്ടോണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ 4 സെമസ്റ്റർ വൈസ് ആണല്ലോ, അതിന്റെ ക്ലാസ് മോശമില്ലാത്ത രീതിയിൽ പിന്നെ നല്ല രീതിയിൽ അനുഭവപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ പിന്നെ കുറെ ടച്ച് വിട്ടോണ്ട് പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ ഫുള്ളായിട്ട് ഈ 7:30 നമുക്കത് പിന്നെ എല്ലാ ക്ലാസ്സും അത് കേൾക്കാൻ വേണ്ടി പറ്റിയില്ല. പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരാണ് സ്ഥലം. ഓക്കെ, താങ്ക് യു വിനീത്. ഞാൻ ആഷിക. എനിക്ക് ഇഷ്ടമായത് അലുമിനി തന്നെയാണ്. അവരെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്കൊരു കുറച്ച് കോൺഫിഡൻസ്, സത്യം പറഞ്ഞാൽ തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് കാലമായില്ലേ പഠിച്ചിട്ട്, അപ്പൊ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അപ്പൊ വാണി മാം എല്ലാ ആഴ്ചയും വിളിക്കും, അപ്പൊ ഒന്ന് ബൂസ്റ്റ് ചെയ്യും, അപ്പൊ ഒരു ടെൻഷനൊക്കെ മാറും. പിന്നെയും കുറെ ഇതിനാലോചിച്ച് ഈ ഇത്രയും ചുരുങ്ങിയ സമയത്ത് നമ്മൾ അസൈൻമെന്റ് എഴുതണം, പഠിക്കും വേണമല്ലോ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ടെൻഷൻ നല്ല ഉണ്ടായിരുന്നു. ഇപ്പൊ മെല്ലനെ മാറി വരുന്നുണ്ട്. ആഴ്ചയില് മാം വിളിക്കുമ്പോ ഒരു മറുപടി പറയണമല്ലോ വെച്ചിട്ട് വേഗം പഠിക്കും, പറ്റണമൊക്കെ പഠിച്ചേക്കും. ഇപ്പൊ അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അത് അങ്ങനെയാണ്ട് മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു അഷിക. ഓക്കെ, എന്റെ പേര് ഗഫൂർ അലി. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഓറിയന്റേഷനിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള സെഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുവിധം എല്ലാ സെഷനും കണ്ടിട്ടുണ്ട്. പിന്നെ അതിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഒരു സ്മാർട്ട് ഗോൾ സെറ്റിംഗ്, അതുപോലെ ടൈം മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു. അതുപോലെ അലൂമിനി മീറ്റ് അതൊക്കെ വളരെ എക്സലന്റ് ആയിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മിക്സായിരുന്നു. നല്ല അനുഭവമാണ്. പിന്നെ എന്റെ മെന്റർ വാണി മാം ആണ്, വിളിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോ നല്ല രീതിയിൽ പോകും എന്ന് തോന്നുന്നു. അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ എഴുതുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ചൊക്കെ ഒരുവിധം പഠനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ പറയാനുള്ളൂ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്റെ പേര് ഷഹാന, കൊല്ലത്തു നിന്നാണ്. ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞ 2 കേൾക്കാൻ പറ്റിയില്ല, ബാക്കിയെല്ലാം കേട്ടിരുന്നു. ടൈം മാനേജ്മെന്റ്, എക്സാമിൻ്റെത് അതെല്ലാം കേട്ടിരുന്നു. കുറെ ടെൻഷൻസ് ഒക്കെ മാറി. അസൈൻമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിത്തൗട്ട് മെന്ററാണ് ചൂസ് ചെയ്തേക്കുന്നത്. ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഷഹാന. ഞാൻ ഒരു ടീച്ചറാണ്. ഇപ്പോ കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ MBA ചൂസ് ചെയ്യാൻ ഉള്ളൊരു ആഗ്രഹം തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതിന് ലേൺ വൈസ് ചൂസ് ചെയ്തതിന് ഇപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വളരെ ചെറിയ ചെറിയ സംശയങ്ങൾ പോലും നമുക്ക് ചോദിക്കാൻ ഒരു എന്താ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അപ്പോ നമുക്കത് ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ലേൺ വൈസ് വഴി മെന്ററിനോടൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ വളരെ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. ഷിറിൻ കാസർഗോഡ് വരുന്നത്. MBA HR ആണ് ചൂസ് ചെയ്തത്. മെന്ററും പറയുന്ന ലോജിഷ മാമാണ്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ക്ലാസ് എല്ലാം നോക്കാൻ തുടങ്ങി. പിന്നെ അസൈൻമെന്റ് സ്റ്റാർട്ടായി. പിന്നെന്ത് ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടത് ലിങ്ക് അലൂമിനി സെഷനാണ്. എന്തെങ്കിലും ഓരോ എക്സാം എഴുതാൻ പോകുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ആക്കി, പിന്നെ എങ്ങനെ എക്സാമിനെല്ലാം പ്രിപ്പയർ ആക്കി, അതെല്ലാം മനസ്സിലായി. പിന്നെ ആകെ ടെൻഷൻ ഉണ്ടായത് ലിങ്ക് മറ്റേ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടാണ്. ടെക്സ്റ്റ് ബുക്ക് കിട്ടി, അത് കണ്ടിട്ടാണ് ടെൻഷനായി. പഠിക്കാൻ പറ്റുമോ ഇല്ലേന്നൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ നോക്കാം, പഠിക്കും.
ഓക്കെ, ഒരു ടെൻഷനും വേണ്ട. കാരണം നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ യാത്രയിൽ, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അറ്റൻഡ് ചെയ്തതൊക്കെ ഓക്കെ ആയിരുന്നു. നന്നായി ഓക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഭയങ്കര മീൻസ് ഇതിന്റെ ആഡും പ്രമോയും ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര നമ്മളായിട്ട് ഒരിക്കലും സിങ്ക് ആവാത്തൊരു ആളുകളായിരിക്കും എന്നുള്ളതും ഭയങ്കര ഹാർഡായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ വെരി നൈസ് ആയിരുന്നു. മീൻസ് മെന്റേഴ്സ് ലൈക്ക് യു എല്ലാവരും വളരെ മെൽറ്റായ പോലെ തോന്നുന്നു. ഹാപ്പിയാണ് അതുകൊണ്ട്. കുറെ ഓക്കെ ടെൻഷൻ ഒഴിവാക്കിയിട്ട്. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ, എനിവേ നമ്മൾ ഈ സെഷന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ മാത്രമേ അവസാനിക്കുന്നുള്ളൂ. നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജേണി ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ലേൺ വൈസ് ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമുക്ക് ഒരുപാട് അസൈൻമെന്റും കാര്യങ്ങളും പഠിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അവിടെയെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി ഒരു പുതിയൊരു ജേണിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓറിയന്റേഷൻ മാത്രമാണ് ഇവിടെ അവസാനിക്കുന്നത്. നമ്മൾ പുതിയൊരു ജേണിയിലേക്കാണ് ഇനി പോകുന്നത്. നിങ്ങൾ നോക്കുക, യു ആർ നോട്ട് ഓർഡിനറി, യു ആർ എ ലേൺ വൈസ് ലേണർ. ഓക്കെ, എനിവേ ഇന്ന് ഈ ഓറിയന്റേഷൻ സെഷനിലും അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് 1000 നന്ദി അറിയിക്കുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഓരോരോ ആക്ഷൻ ടാസ്ക് തരുമ്പോഴും അതുപോലെ തന്നെ ഓരോരോ പോസ്റ്റേഴ്സ് ഇറക്കുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിജക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങൾ ആരും അത് റിജക്ട് ചെയ്യാതെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ ഒരു ജേണിയിൽ ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മളൊരു ജേണിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ജേണി ആരും പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. നമ്മൾ ത്രൂ ഔട്ട് അത് കൊണ്ടുപോവുക, നമ്മൾ സക്സസിലേക്ക് എത്തുക. അതിനുശേഷം മാത്രം നമ്മൾ ആ ജേണി അവിടെ അവസാനിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.